ഇവിടെ 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 വംശഹത്യയൊക്കെ അനുകൂലിക്കാൻ വന്നിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാര്യം എന്താ വെച്ചാൽ വളരെ എന്താണ്ടായത് ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല് മനസ്സിലായോ? ഓ ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവ് ചെയ്ത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. കമോൺ. ശ്രീത്തെ പ്രകോപിതനാവല്ലേ? അയ്യോ ശ്രീത്തെ പ്രകോപിതനാവല്ലേ? ശ്രീത്തെ പ്രകോപിതനാവല്ലേ? അടങ്ങ്. ഇല്ല 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 ബാസിലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ശ്രീത്തിക്ക് അസഹിഷ്ണുവാകുന്നത്. ബാസിലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ശ്രീത്തിക്ക് അസ്വസ്ഥനാവുന്നത്. ശ്രീ തടഞ്ഞു, സമയം തരാം, ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. എന്തിനാണ് നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നത്? സപ്പോർട്ട് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷ്മി ഞാൻ ഇടപെടും. എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അയ്യോ ശ്രീത്തെ അസ്വസ്ഥപ്പെടല്ലേ, അസ്വസ്ഥപ്പെടല്ലേ, ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അസ്വസ്ഥപ്പെടല്ലേ, അസ്വസ്ഥപ്പെടല്ലേ, ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. വംശഹത്യയെ ന്യായീകരിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തടയാൻ നിങ്ങൾക്ക് കഴിവില്ല എങ്കിൽ നിങ്ങളെ ആ പണിക്ക് കൊള്ളില്ല. ഇത് വാല് മുറിച്ചിട്ട് സമരം കൊടുക്കാം. ഇത് പല്ലി വാല് മുറിക്കുന്ന പോലെ സീറ്റ് ചെയ്യുന്ന പരിപാടി. ബാസ് പറഞ്ഞു പൂർത്തിയാക്കും. അല്ല ബാസ് പറഞ്ഞു പൂർത്തിയാക്കും. അല്ല ബാസ് പറഞ്ഞു പൂർത്തിയാക്കും. അലമ്പാടുന്ന സീറ്റിന് മ്യൂട്ടേണ്ടി വരും. അലമ്പാക്കരുത് പ്ലീസ്, അലമ്പാക്കരുത്. നമ്മൾ അവസാനം അലമ്പാക്കരുത്, അലമ്പാക്കരുത്, അലമ്പാക്കരുത്. ബാസ് പറഞ്ഞു പൂർത്തിയാക്കും. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? ഇപ്പൊ നമുക്കറിയാം ബന്ദി ക്രൈസിസിനെ പറ്റി നമുക്കറിയാം. അതേപോലെ തന്നെ ഹമാസ് പിന്നെ ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നത്തിനെ പറ്റി നമുക്കറിയാം. ലോകത്ത് നടക്കുന്ന പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളെ പറ്റി അറിയാം. പക്ഷെ അതിനൊക്കെ കൂടുതലായിട്ടുള്ള പ്രാധാന്യം ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു ക്രൈസിസിന് ഉണ്ടാകുന്നതിന്റെ കാരണം തന്നെ ഇതിലുള്ള ന്യൂക്ലിയർ എലമെന്റ് കൊണ്ടാണ്. റഷ്യയും യുക്രൈനും തമ്മിൽ നടക്കുന്ന സമയത്ത് അത് ഉണ്ടാകുന്നില്ല. റഷ്യ അങ്ങനെയുള്ള ഒരു പവറാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇസ്രായേലും പാലസ്തീനിൽ പിന്നെ ഹമാസുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു തർക്കം അവിടെ വരുന്നില്ല. ഇസ്രായേൽ അങ്ങനെയുള്ള ഒരു പവറാണെന്ന് അറിയാം. ഏകപക്ഷീയമായിട്ട് അവിടെ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി റഷ്യയുടെ ഭാഗത്താണെങ്കിലും ഇസ്രായേലിന്റെ ഭാഗത്താണെങ്കിലും ഉണ്ട് എന്നുള്ളത് ദീർഘകാലമായിട്ടുള്ള അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡാണ്. പക്ഷേ ഇവിടെ ഇറാന്റെ കാര്യത്തിൽ അതിലൊരു വ്യത്യസ്തത ഉണ്ടാകുന്നതിന്റെ കാരണം തന്നെ ഒരു കാലത്തും ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിട്ട് ഇസ്രായേലിനെ ഇറാൻ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. 1979 ഇസ്ലാമിക് റവല്യൂഷന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന നല്ല ബന്ധങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കിക്കൊണ്ട് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ, ഇസ്രായേൽ എന്ന് പറയുന്നതും അമേരിക്ക എന്ന് പറയുന്നതും സാറ്റാനിക് സ്റ്റേറ്റുകളാണ്. ഇത് രണ്ടും പ്രത്യേകിച്ച് ഇസ്രായേൽ ഭൂലോകത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഔദ്യോഗിക പൊസിഷൻ എടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഇവര്. നായരേട്ടാ വെറുതെ അത് ഇതൊന്നും പറയണ്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. കേവലമായിട്ടുള്ള നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു പിന്നെ ഇവിടെ ഇറാന്റെ പല പ്രോക്സികളെ കുറിച്ച്. തീർച്ചയായും അതൊരിക്കലും ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജി അല്ല. അതിനോട് തീർച്ചയായും വിയോജിക്കുകയാണ്. പിന്നെ ഒരു ഭാഗത്ത് ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹൂത്തികളൊക്കെ ആയിട്ട് അവർ ചെയ്ത ആ ഒരു പണി ഒരു നിലക്കും എഫക്റ്റീവ് അല്ല, അത് സമാധാനമല്ല ഉണ്ടാക്കുന്നത് എന്നുള്ളത് തെളിഞ്ഞ ഒരു കാര്യമാണ്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് കുറച്ച് പിന്നെന്താ തോന്നി, ചില കാര്യങ്ങൾ തോന്നി. കാരണം എന്താ വെച്ചാൽ മേഖലയിലെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ് ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന് ഇസ്രായേലിന്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. എന്താണ് ഇസ്രായേലിന്റെ ട്രാക്ക് റെക്കോർഡ്? ഒരു ഇന്റർനാഷണൽ ലോയും അബൈഡ് ചെയ്യാത്ത ഒരു രാജ്യം, അതേപോലെ തന്നെ 32 UN റെസൊല്യൂഷനുകൾക്ക് പുല്ലുവില കൽപ്പിച്ച ഒരു രാജ്യം, അതുപോലെ തന്നെ 968 സീസ് ഫയർ അഗ്രിമെന്റുകൾ അതിന് വയലേഷൻ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ വയലേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യം, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പോലും പലതരത്തിൽ നിങ്ങൾ ചെയ്യുന്നത് വംശഹത്യയോട് സമാധാനമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നടക്കം പറഞ്ഞിട്ടുള്ള, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു രാജ്യത്തിന്റെ ട്രാക്ക് റെക്കോർഡിനെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയരുത് എന്നുള്ളതാണ് വളരെ ബഹുമാനത്തോടു കൂടി സൂചിപ്പിക്കാനുള്ളത്. നീയാണല്ലോ കോടതി ഓടാമേര്. ഇന്ത്യയുടെ ഒരു സോവറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ പോളിസിയുടെയും ഭാഗമായിക്കൊണ്ട് NPT സൈൻ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇസ്രായേലിന് അത് സൈൻ ചെയ്യാതിരിക്കാനുള്ള പിന്നെ അർഹതയുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാത്ത ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മേൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി പോവുകയും അവിടേക്ക് പോയി ആക്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ പറയുന്നത്. NPT നിർബന്ധമായിട്ട് സൈൻ ചെയ്തിരിക്കണം, സൈൻ ചെയ്യാത്തത് മഹാ അപരാധമാണെന്ന് അല്ല പറയുന്നത്. അല്ലല്ല ഒരു സെക്കൻഡ്, NPT നിർബന്ധമായും സൈൻ ചെയ്യണം. അല്ലല്ല ഒരു സെക്കൻഡ്, ഇറാൻ നിർബന്ധമായും NPT സൈൻ ചെയ്യണമെന്ന് ഇസ്രായേൽ പറഞ്ഞതല്ല. ഇറാൻ NPT സിഗ്നറ്ററി ആണ്, അല്ലാതെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഇറാൻ അവരുടെ ആണവ പ്രോഗ്രാമിൽ
NPT-യിൽ സൈൻ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സുതാര്യത ഇന്ന് തിയററ്റിക്കലെങ്കിലും ഉണ്ട്. ഇസ്രായേൽ അതുമില്ല എന്ന വാദം പറയുന്നത്. അങ്ങനെയല്ല. ബാസിൽ NPT സൈൻ ചെയ്തിട്ട് ഇന്ത്യയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ത്യയെക്കുറിച്ചാണ് സൈൻ ചെയ്യണമെന്ന നിർബന്ധമുണ്ട്. എന്റെ രാജ്യം അത് സൈൻ ചെയ്യാത്തതാണ്. ശേഷം ഒരൊറ്റ തവണ പോലും നോക്കൂ, ഇത് കേൾക്കൂ. NPT സൈൻ ചെയ്യുകയും എന്നാൽ ആ സൈൻ ചെയ്തതിന് ശേഷം 2018 ശേഷം ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നത് എന്ത് നിലപാടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. ഇല്ല സീത് പണിക്കർ ഇവിടെ ഗ്രോസി എന്ന് പറഞ്ഞ IAEA DG തന്നെ പറയുന്നു ഞങ്ങളുടെ പക്കൽ ഇറാന്റെ ആണവായുധങ്ങളുടെ തെളിവില്ല എന്ന് ഗ്രോസി തന്നെ പറയുന്നു. കഴിഞ്ഞ മെയ് മാസം 17-ാം തീയതിയുള്ള IAEA റിപ്പോർട്ടിലാണ് താങ്കൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന 9400 കിലോഗ്രാമിന്റെ കാര്യവും അല്ല 60% കാര്യവും. അല്ല ആണവായുധം അല്ലത്, അത് ആണവായുധം ഡെവലപ്പ് ചെയ്തിട്ടില്ല. അവർ പറഞ്ഞെന്താ 60% എത്തിയിരിക്കുന്ന സാധനം വെപ്പൺ ഗ്രേഡ് 90% എത്താൻ ഏറ്റവും സാധ്യതയുള്ളത് 400 കിലോഗ്രാം. അങ്ങനെയാണ് റിപ്പോർട്ട്. അതെ, പക്ഷെ IAEA പക്കൽ ഇസ്രായേലിന് എന്തെങ്കിലും വിവരമുണ്ടോ? ഞാൻ പറയുന്നത് കൃത്യം കിലോ കണക്കിന് ഈ പറയുന്ന എന്താണ് യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് എത്രയാണ്, അവരുടെ മെറ്റൽ യുറേനിയം എത്രയാണ്, അവരുടെ പ്ലാന്റിലുള്ള യുറേനിയം മെറ്റൽ എത്രയാണ് എന്നൊക്കെ കൃത്യമായി IAEAക്ക് അറിയാമല്ലോ. ഇസ്രായേലിന് എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാമോ? അവർ സമ്മതിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും? ഇന്ത്യയുടേതുമില്ല. അത് തന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ സിഗ്നറ്ററി ആണെങ്കിൽ അതാണ് IAEA നോക്കുക. നിങ്ങൾ സിഗ്നറ്ററി ആണെങ്കിൽ അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, തുറന്നു കൊടുക്കണം എന്നുള്ള കണ്ടീഷന്റെ പുറത്താണ്. അല്ല ബാസിൽ ഇന്ത്യ അത് ചെയ്യുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു ബാസിൽ ഒരു കാര്യം വ്യക്തമാണ്. ബാസിൽ ഒരു കാര്യം വ്യക്തമാണ്. അതായത് ഒരു രാജ്യത്തിന്റെ യുറേനിയം സ്റ്റാറ്റസിനെ പറ്റി ലോകത്തിനറിയാം, ഒരു രാജ്യത്തിന്റെ യുറേനിയം സ്റ്റാറ്റസ് ലോകത്തിന് അറിയില്ല. അതിപ്പം IAEAയിൽ ഒപ്പിട്ടതും ഇല്ലാത്തതുകൊണ്ടും. പക്ഷെ ഒരു രാജ്യത്തിനെ പറ്റി ഒന്നും അറിയില്ല, ഒരു രാജ്യത്തിന് എല്ലാം അറിയാം എന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ പറ്റി ബാസിൽ പറയുകയായിരുന്നു. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ, ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. അല്ലല്ല, സാത്വികമായി തിരിച്ചു ചോദിക്കുന്നത് ഇന്ത്യയുടെ കപ്പാസിറ്റി എത്രയാണെന്ന് അറിയണ്ടെന്നേ. ഇന്ത്യയുടെ കപ്പാസിറ്റി അറിയാമോ? അത് അറിയണ്ട. ഇന്ത്യയുടെ കപ്പാസിറ്റി അറിയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഇന്ത്യയുടെ കപ്പാസിറ്റി അറിയേണ്ട കാര്യമില്ല. കാര്യം ഇന്ത്യ യുദ്ധത്തിലല്ല, അതുകൊണ്ട്. ഇന്ത്യ യുദ്ധത്തിലല്ലെന്നേ, അതുകൊണ്ട്. ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിൽ പോയപ്പോ ആരെങ്കിലും അറിയണമെന്ന് പറഞ്ഞോ? അല്ല, അറിയണ്ടെന്നേ. ഇവിടെ ഞാൻ പറയുന്നത് അറിയണ്ടാത്ത എന്താ വെച്ചാൽ എന്താണ് ഇറാനിൽ ഈ പറഞ്ഞ സാധനം ഉണ്ടെന്ന് ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിച്ചു. അപ്പൊ ഒരു രാജ്യത്തിന്റെ കാര്യം മൊത്തം അറിയാം, ഏകപക്ഷമേ ആക്രമിച്ചു. അതുകൊണ്ടാണ് അറിയണമെന്ന് പറയുന്നത്. അല്ല ബാസിൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഹാഷ്മി, അല്ല ബാസിൽ പറഞ്ഞു പൂർത്തിയാകട്ടെ. അല്ലല്ല ബാസിൽ പറഞ്ഞു പൂർത്തിയാകട്ടെ. താങ്കൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കുറ്റം പറയേണ്ടി വരും. പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ആണ്. അതുപോലെയാണ് ഇവിടെ ഒരു രാഷ്ട്രത്തിന്റെ അല്ല പഠിക്കട്ടെ അല്ല സീറ്റ് പണിക്കർ ഇവിടെ IAEAയിൽ ഒപ്പിട്ട ഇവിടെ IAEAയിൽ ഒപ്പിട്ട ഒരു രാജ്യം, അതിന്റെ ആണവ വ്യവഹാരങ്ങൾ അറിയപ്പെടുന്ന ഒരു രാജ്യവും ആ രാജ്യത്തിന്റെ മേലേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ രഹസ്യമായി വെക്കുന്ന മറ്റൊരു രാജ്യം പോയി ആക്രമിക്കുന്നു. അതിനെ പറ്റി പറയണം. അല്ല ബാസിൽ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അല്ലല്ല അതാണ്, അതുകൊണ്ടാണ് വാദം ഉയരുന്നത്. മറ്റൊരു രാജ്യം ഈ പരാതിപ്പെടുന്ന അല്ലല്ല സീത്തെ, അതുകൊണ്ടാണ് വാദം ഉയരുന്നത്. ഇപ്പൊ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാന്റെ യുറേനിയം കേന്ദ്രങ്ങളിലേക്ക് ആക്രമിച്ചാൽ ലോകരാജ്യങ്ങൾ ആവശ്യം ഉന്നയിക്കും. ഇല്ലെന്ന് ശ്രീത്തിന് പറയാവോ? അയ്യോ, ഇപ്പൊ നമ്മളിവിടെ മാധ്യമങ്ങള് മാധ്യമങ്ങൾ ഇവിടെ ആഘോഷിച്ച ചടങ്ങുണ്ടായിരുന്നു. ആഘോഷം ഉണ്ടായിരുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ ആഘോഷിച്ചത് എന്താണ്? ഈ ആവശ്യം എന്തുകൊണ്ടാ ശ്രീത്തെ ആവശ്യം വരുന്നത്? എന്തുകൊണ്ടാ ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമിച്ചു? എങ്ങോട്ടേക്ക് ആക്രമിച്ചു? ഈ പറഞ്ഞ ആണവായുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ആക്രമിച്ചു. ആണവായുധങ്ങൾ ഇല്ലെന്ന് ഗ്രോസി പറയുന്നു, ആണവായുധങ്ങൾ തുളസി കബാഡ് പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇസ്രായേലിന്റെ ഈ പറഞ്ഞ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാവോ എന്ന് പറയുന്നു. അല്ല ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ആണവായുധങ്ങളില്ല, ആണവായുധങ്ങളുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഒരു ഏജൻസി പറഞ്ഞിട്ടില്ല. ബാസിൽ സമയം ഇല്ല. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. മറുപടിയില്ലായ്മയിൽ അസ്വസ്ഥമാവുക ശ്രീത്ത്. മറുപടിയില്ലായ്മയിൽ ശ്രീത്ത് അസ്വസ്ഥമാവുക. ബാസിത്ത് ചിരിച്ചോണ്ടിരിക്കുക. അതായത് ശ്രീജിത്തിന്റെ ഈ വിഷയത്തിലെ ദുർബലത പ്രകടമാക്കാൻ ശ്രീത്തിന് ഇടപെട്ടുകൊണ്ട് ശ്രീത്തിന്റെ മറുപടിയില്ലായ്മ ദുർബലത ഇടപെട്ടുകൊണ്ടിരിക്കുക. രോഷപ്പെടുക ഒരു കാര്യമില്ല. ബാസിത്ത് പറഞ്ഞു പൂർത്തിയാക്കും. അല്ലെന്ന് ഒരു മര്യാദ പറഞ്ഞിട്ടില്ല.
ശ്രീത്തിന്റെ വാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാണുമ്പോൾ കാണുന്ന അസ്വസ്ഥതയാണ് ഈ കാണുന്നത്. ഭാഗം പറയാൻ കഴിയില്ലേ? പറഞ്ഞു പൂർത്തിയാക്കും. വംശഹത്യ ന്യായീകരിക്കാനാണോ ബാസിത്ത് പറഞ്ഞ് പൂർത്തിയാക്കണ്ടേ? ശ്രീത്തെ ബാസിത്ത് പറയട്ടെ. പറയട്ടെ. ബാസിത്തിനെ പറയാൻ സമ്മതിക്കില്ല ശ്രീത്ത്. കാരണം എന്താണ്? ബാസിത്തിന്റെ ചോദ്യം മറുപടിയില്ല. ബാസിത്തിന്റെ ചോദ്യം ശ്രീത്തിന് മറുപടിയില്ല. അത് കാരണം പറയാൻ അനുവദിക്കില്ല. 60,000 ആളുകളെ അല്ല, ബാസ് പറഞ്ഞോളൂ. അതിന് കൊള്ളില്ല, അതുകൊണ്ട് ഞാൻ ഇടപെടും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ബാസ് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഞാൻ പോകുന്നു. ബൈ ബൈ.